രക്ഷാപ്രവർത്തനം നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും പരമാവധി ശ്രമിച്ചു. അവരുടെ 3 പേരുടെ ജീവനോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചത്. പക്ഷേ ദുഃഖകരമായിട്ടുള്ള കാര്യം 3 പേര് മരണപ്പെട്ടു. നമ്മൾ പരമാവധി ട്രൈ ചെയ്തു. അപ്പോൾ അതാണ് നോക്കിയത്. ഇപ്പോൾ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വേറെ ആരും ഇല്ല. 17 പേരായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. 14 പേരും രാവിലെ ഓടി രക്ഷപ്പെട്ടു. 3 പേരാണ് മരണപ്പെട്ടത്. ഏകദേശം 6 മണിയെന്നാണ് പറഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് കൂടെ ചേരുകയാണ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. മനസ്സിലാക്കിയത് 70-80 വർഷക്കാലത്തെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ പഞ്ചായത്തുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണ സംവിധാനങ്ങളുമായോ യാതൊരുവിധ അനുമതിയും വാങ്ങാതെ അനധികൃതമായിട്ട് ഈ ആളുകളെ താമസിപ്പിച്ചിരുന്നു. ആ യാതൊരുവിധ മെയിൻ്റനൻസും നടത്താത്ത, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അത് കൃത്യമായി നടപടിയെടുക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകളെക്കുറിച്ച് ഒരു കൃത്യമായ അന്വേഷണം ഇനി ജോയിന്റ് ഡയറക്ടറോട് ആവശ്യപ്പെട്ട് അന്വേഷണം നടത്തി അതിന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരം അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടങ്ങൾ ജില്ലയിലുടനീളം തൃശ്ശൂർ നഗരത്തിലടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാലവർഷം കൂടെ അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഈ കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ഏതായാലും ഇത് നമുക്കൊരു ഈ ദുരന്തം ഒരു പുതിയ അനുഭവം കൂടിയായിട്ടാണ് മാറിയത്. പലപ്പോഴും കെട്ടിടuടമകളോട് പഞ്ചായത്ത് അധികൃതരും മറ്റവരും ആവശ്യപ്പെട്ടാൽ ആ സമയത്ത് മാറ്റുകയും പിന്നെ ആരും കാണാതെ തിരിച്ചവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ കാര്യത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം മനുഷ്യജീവനാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത് ലാഭമുണ്ടാക്കുന്ന പല ഉടമകളും അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടറോട് അത് ആവശ്യപ്പെട്ട് ആ റിപ്പോർട്ട് ചോദിച്ച് ആ നടപടി ചെയ്യും. ഈ കെട്ടിടം ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു? കെട്ടിടം ഇവിടുത്തെ ഒരു പഴയകാല കുടുംബത്തിൽപ്പെട്ട ഒരു ഡോക്ടറുടെ കെട്ടിടമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ തറവാട് വീടായിരുന്നു. ഇവിടേക്ക് ആരും വരികയോ മെയിൻ്റനൻസ് നടത്തുകയോ ഒന്നും ചെയ്യാറില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ നടത്തിപ്പുകാരോ കെയർടേക്കർ പോലെ ആരോ ഉണ്ട്. അയാളാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള അധികൃതർ പറഞ്ഞിട്ടുള്ളത്. എത്ര നാളായി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസിക്കുന്നുണ്ടെന്ന് വല്ല വിവരങ്ങളുണ്ടോ? അത് കൃത്യമായും അങ്ങനെ മനസ്സിലായില്ല. കാരണം തൊഴിലാളികൾ മാറി മാറി വരുന്നവരാണ്. ബാബു എന്ന് പറയുന്ന ഒരു കരാറുകാരൻ്റെ കീഴിൽ ആണ് ഈ തൊഴിലാളികൾ. കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് എന്നാണ് നിർമ്മാണ തൊഴിലാളികളാണ് എന്നാണ് മനസ്സിലാക്കിയുള്ളത്. കെട്ടിടം പണിയാനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ പോകുന്നുണ്ട്. ഇത് 17 പേരുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞു. 14 പേരും ഈ ദുരന്ത സമയത്ത് ഉണ്ടായിരുന്നു. പലരും ഓടി രക്ഷപ്പെട്ടു. ചിലർ ചായ കുടിക്കാനൊക്കെ പോയതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഈ തൊഴിലാളികൾ പറയുന്നത്. ഓക്കെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും അടക്കമുള്ള ആളുകൾ വിവരിച്ചു.